മക്കളെ, നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്താലേ പരീക്ഷയാകുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ, പരീക്ഷ പേപ്പറിൽ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ഞാനത് റിവൈസും ചെയ്യുന്നു, പക്ഷെ എത്ര റിവൈസ് ചെയ്തിട്ടും എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പരീക്ഷയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോകും. പിന്നെ എനിക്ക് എന്താണ് പിന്നെ റിവിഷൻ ചെയ്തിരുന്ന കാര്യം? അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, പഠിക്കുന്നത് എന്തിനെങ്ങനെ കുറേ റിവിഷനൊക്കെ ചെയ്യുന്നത്, നമുക്ക് പരീക്ഷയുടെ തലേന്ന് കൂടെ പഠിച്ചാൽ പോരാ, അങ്ങനെയാണ് എന്തെങ്കിലും മറന്നു പോലില്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം ഞാനും എൻ്റെ ലൈഫിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഞാൻ നേരിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എത്ര റിവൈസ് ചെയ്തിട്ട് ഞാൻ മറന്നു പോകുന്നു. അങ്ങനെയാണ് ഒരു പരീക്ഷയുടെ സമയത്ത് അങ്ങോട്ട് പഠിച്ചാൽ പോരെ, അങ്ങനെയാണ് ഒരിക്കലും മറന്നു പോലല്ലോ എന്നുള്ള സ്ഥിതി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പറയാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, റിവിഷൻ മോശമായിട്ട് കൊണ്ടൊന്നല്ല. റിവിഷൻ ആക്ച്വലി അടിപൊളിയാണ്. ആക്ച്വലി നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, പരീക്ഷയുടെ തലേന്ന് എല്ലാം കൂടെ പഠിക്കൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണം. മുൻപ് പഠിച്ച കാര്യങ്ങൾ, അതായത് 2 മാസമോ 3 മാസം മുൻപ് പഠിച്ച കാര്യങ്ങൾ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഓർത്ത് വെക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും റിവിഷൻ നല്ലതാണ്, റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിലൊരു സംശയമില്ല. പക്ഷേ നമ്മളോട് പറയാത്തൊരു കാര്യമുണ്ട് ആൾക്കാർ. അത് എല്ലാവരും പറയുന്ന റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവർ പറയാത്തൊരു കാര്യമുണ്ട്. എന്താണ്? ഈ റിവിഷൻ ചെയ്യുന്നതിൽ നല്ല ടെക്നീക്കുമുണ്ട്, മോശം ടെക്നീക്കുണ്ട്. അതിൽ മോശം ടെക്നീക്കിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല പരീക്ഷ ആകുമ്പോഴത്തേക്കും. നല്ല റിവിഷനാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ടെക്നിക്കിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോൾ ഓർമ്മയുണ്ടാവും. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ എഫേർട്ടിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് ഈ മോശം ടെക്നിക്കിൽ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. നിങ്ങൾ അത്ര പോലും എഫേർട്ട് ഉണ്ടാകാതെ നിങ്ങൾ ഈ കറക്റ്റ് ടെക്നിക്കിൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്താണ് ഈ നല്ല ടെക്നിക്ക്, മോശം ടെക്നിക്ക്? അത് നമുക്ക് മോശം ടെക്നിക്ക് മനസ്സിലാക്കാം. മോശം ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ടോപ്പിക് ഒരു ദിവസം പഠിക്കുന്നു, നിങ്ങളത് മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അടുത്ത ദിവസം റിവൈസ് ചെയ്യുന്നു, അതിനടുത്ത ദിവസം റിവൈസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ റിവിഷൻ പെട്ടെന്നാണെങ്കിൽ ഒരു ദിവസം പഠിച്ചു, അടുത്ത ദിവസം പഠിച്ചു, അടുത്ത ദിവസം, അങ്ങനെ ഒരു 4 ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്തു. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക? നിങ്ങൾ 4 ദിവസം അടുപ്പിച്ച് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5-ാം ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ വീണ്ടും പരീക്ഷയാകുമ്പോൾ നിങ്ങളത് മറക്കും. നിങ്ങൾ ആ മൾട്ടിപ്പിൾ റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പരീക്ഷയാകുമ്പോൾ നിങ്ങളത് മറന്നിരിക്കും. ഇതാണ് മോശം മെത്തേഡ് ഓഫ് റിവിഷൻ. റിവിഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റിവിഷൻ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല. നല്ല മെത്തേഡ് ഓഫ് റിവിഷൻ എന്താണ്? നല്ല മെത്തേഡ് ഓഫ് റിവിഷൻ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് നിങ്ങളൊന്ന് പഠിക്കുന്നു, ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അടുത്ത ദിവസം റിവൈസ് ചെയ്തില്ല, അതിൻ്റെ അടുത്ത ദിവസം റിവൈസ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് നിങ്ങളൊരു 3 ദിവസം പോലും നിങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾ ആ ടോപ്പിക്ക് തൊട്ട് വെക്കുന്നുമില്ല. 4-ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യും. വീണ്ടും 5-ാമത്തെ ദിവസം റിവൈസ് ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി ആലോചിക്കാൻ പോലും പോകുന്നില്ല. 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, ചിലപ്പോൾ 8-ാം ദിവസം നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യും. വീണ്ടും നിങ്ങൾ 9-ാം ദിവസം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. 9, 10, 11, 12, 13, 14, 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് റിവൈസ്, അല്ല 16 ദിവസം കഴിയുമ്പോൾ റിവൈസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ ഇതിനെ നമ്മൾ വിളിക്കുക സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് വിളിക്കാം. നിങ്ങൾ സ്പേസ് ചെയ്തിട്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മക്കളെ, ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾ ആ ടോപ്പിക്, അത് ഇത്ര ഈസി ടോപ്പിക് ആയിക്കോട്ടെ, എത്ര ഡിഫിക്കൽട്ട് ടോപ്പിക് ആയിട്ട്, നിങ്ങൾ പരീക്ഷ വരെ നിങ്ങളുടെ ബ്രെയിനിൽ അത് ഉണ്ടാവും. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, ഇതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ വർക്ക് ചെയ്യാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കാണുന്നില്ലേ, അതിനാണ് നമ്മൾ ഫൊർഗെറ്റ്ഫുൾനെസ് കർവ് അഥവാ ഫൊർഗെറ്റ്നെസ് കർവ് എന്നൊക്കെ വിളിക്കുക. ബേസിക്കലി നിങ്ങളുടെ ബ്രെയിൻ ഒരു സാധനത്തിന് എങ്ങനെയാണ് മറക്കുക എന്നാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. അതായത് നിങ്ങളൊരു സാധനം ഫസ്റ്റ് പഠിക്കുന്നു, നിങ്ങളുടെ ബ്രെയിനെ മറന്നു തുടങ്ങുന്നു. നിങ്ങൾ മറന്നു തുടങ്ങുമ്പോഴേക്കും, ശ്രദ്ധിക്കുക, മറന്നു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി നിങ്ങൾ റിവൈസ് ചെയ്യുന്നു, വീണ്ടും മറക്കും. പക്ഷെ വീണ്ടും മറക്കുന്ന ആ ഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വീണ്ടും മറക്കാൻ കുറച്ചും കൂടി സമയമെടുക്കും. അതായത് വീണ്ടും എന്താണ്, മറക്കും, പക്ഷെ മെല്ലേ മറക്കുള്ളൂ, കുറച്ചേ മറക്കുള്ളൂ. വീണ്ടും ഒന്നുകൂടി പഠിക്കുക, അതായത് മറന്ന് തുടങ്ങുമ്പോഴേക്കും പഠിക്കുക. അത് ഓൾറെഡി ഓർമ്മയുള്ളപ്പോൾ പഠിച്ചിരിക്കുകയല്ല, കുറച്ച് മറക്കട്ടെ, ബ്രെയിൻ ഒരു 50% ആ സ്ഥാനത്തിന് മറക്കട്ടെ. മറക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടി പഠിച്ചു കൊടുക്കുക. വീണ്ടും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഗ്രാഫ് എന്താ പറയുന്നത്. ഇനി ആ 3-ാമത്തെ റിവിഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ അത് കുറേ നാൾ ഹോൾഡ് ചെയ്യും, കുറേ നാൾ കഴിയുമ്പോൾ മറക്കുള്ളൂ. ഒരു പക്ഷേ എന്താണ്, അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ, നിങ്ങൾ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 9-ാം ക്ലാസ്സിലാകുമ്പോഴേ ചിലപ്പോൾ നിങ്ങളെ മറക്കുള്ളൂ. അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഫൊർഗെറ്റ്നെസ് കർവ്. ഈ ഫൊർഗെറ്റ്നെസ് കർവ് പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചാടി കയറി പെട്ടെന്ന് റിവൈസ് ചെയ്യണ്ട, നിങ്ങൾ മെല്ലെ റിവൈസ് ചെയ്താൽ മതി. ബ്രെയിനിന് നിങ്ങൾ പഠിച്ച കാര്യം മറക്കാനുള്ളൊരു അവസരം കൊടുക്കും. എന്നിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ അത് ഓർത്തിരിക്കും.
അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. നമ്മളൊരു കാര്യം റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് നമ്മൾ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പഠിക്കും, വീണ്ടും അടുത്ത ദിവസം അല്ല അതിനടുത്ത ദിവസം 2 ദിവസം വിട്ടിട്ട് റിവൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല, നിങ്ങളുടെ ബ്രെയിൻ അത് കുറേ നാളേക്ക് ഹോൾഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിൻ കുറേ നാളത്തേക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ സ്പേസ്ഡ് ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്യാം. ഇനി സ്പേസ്ഡ് ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ്, അതിന് സാർ എത്ര ദിവസം കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ചെയ്യേണ്ടത്, അത് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളത് കുറച്ചെങ്കിലും മറന്നു തുടങ്ങണം. അപ്പോൾ ടഫായിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ എന്താണ്, അത് പെട്ടെന്ന് മറന്നോളും. ചിലപ്പോൾ നിങ്ങൾ ടഫായ ടോപ്പിക് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 ദിവസം കൊണ്ട് നിങ്ങൾ എന്താണ് അതിൽ 60% അല്ലെങ്കിൽ 70% മറന്നുണ്ടാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഈസി ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5 ദിവസം 6 ദിവസം കഴിയുമ്പോൾ അത് കുറച്ച് മറന്ന് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മറക്കണം. കുറച്ച് മറക്കാന്ന് പറഞ്ഞാൽ 50% കൂടുതൽ മറന്നതിന് ശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഞാൻ 100% ഗ്യാരണ്ടി തരാണ്, നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പം ഈ ഒരു റിവിഷൻ്റെ പ്രശ്നമുള്ളവർ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും എന്ത് ചെയ്യുക, അത് കാണിച്ചു കൊടുക്കുക. ഓൾസോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും എന്ത് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇതുപോലത്തെ സ്റ്റഡി ടിപ്സ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ, എങ്ങനെ റിവൈസ് ചെയ്യാം, എങ്ങനെ പഠിക്കണം എന്നുള്ള സ്റ്റഡി ടിപ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മക്കളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.